അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒഫീഷ്യൽ സെക്കൻഡ് ട്രെയിലർ ഇപ്പോൾ D23 എക്സ്പോയുടെ ഭാഗത്തു നിന്നും ഒഫീഷ്യലി പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞൊരു ട്രെയിലറിൽ ജസ്റ്റ് ഡൂമിന്റെ സ്യൂട്ടിനെ പറ്റിയും പവേഴ്സിനെ പറ്റിയും ഒരു ഗ്ലിംസ് മാത്രമാണ് ലഭിച്ചെങ്കിൽ തന്നെയും ഈ ഒരു ക്യാരക്ടർ എത്രയധികം ഓവർ പവേർഡ് ആണെന്ന് ഒറ്റ സീനിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു ട്രെയിലറിലൂടെ. അതുപോലെ തന്നെ ഡോക്ടർ ഡൂമിന്റെ യഥാർത്ഥ ഇന്റൻഷൻ എന്താണെന്നും എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ക്യാരക്ടർ തന്റെ വില്ലനിസത്തിലൂടെ ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റിയുള്ള ചെറിയ ടീസിങ്ങും ഈ ഒരു ട്രെയിലറിലൂടെ ലഭിക്കുന്നുമുണ്ട്. എന്തായാലും അവഞ്ചേഴ്സ്, ഫാന്റാസ്റ്റിക് ഫോർ, എക്സ്മെൻ തുടങ്ങിയിട്ടുള്ള ടീം മെമ്പേഴ്സ് എല്ലാവരും തന്നെ കുറച്ചധികം വേർക്കേണ്ടി വരും ഡൂമുമായിട്ട് ഫൈറ്റ് ചെയ്യുവാൻ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഇവയെ പറ്റി എല്ലാം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ആക്ച്വലി ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന പുതിയ ട്രെയിലർ എന്നത് ഓൾറെഡി സാന്റിയാഗോ കോമിക്കോണിലൂടെ കാണിച്ചിരുന്ന സെയിം ട്രെയിലർ തന്നെയാണ്. ലീക്കായി പുറത്തു വന്നിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പല വീഡിയോസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമുണ്ട്. ഇനി ഡയറക്റ്റ് ആയിട്ട് ട്രെയിലറിലോട്ട് കടക്കാം. ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ തന്റെ ത്രോൺ റൂമിൽ ഇരിക്കുന്ന ഡോക്ടർ ഡൂമിനെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ആരംഭിക്കുന്നത്. ഈ ത്രോൺ റൂമിന് ചുറ്റുമായി ഒരു ഗ്രീൻ കളറിലുള്ള ഒരു എനർജി പാസ് ആവുന്നത് കൃത്യമായിട്ട് തന്നെ കാണിച്ചു തരുന്നുമുണ്ട്. ഈ ഒരു സെയിം ടൈമിൽ തന്നെ സൂസ്റ്റോമിന്റെ ഒരു വോയിസ് ഓവറും കേൾക്കാം. വിക്ടർ എല്ലായിടത്തും വളരെയധികം സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്, വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അതേ തുടർന്ന് മാർവൽ സ്റ്റുഡിയോസിന്റെ ലോഗോ വരുന്നു. ഇതിനുശേഷമായി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂസ്റ്റോമിന്റെ ഫേസും മാത്രമല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള അവഞ്ചേഴ്സിന്റെ ഫേസ് സീക്വൻസുകളും കാണിച്ചു തരുന്നുണ്ട്. തുടർന്ന് വീണ്ടും സൂസ്റ്റോം പറയുന്നു പുള്ളി വളരെയധികം സ്നേഹമുള്ളവനായിരുന്നു, കരുതലുള്ളവനായിരുന്നു. എന്നാൽ വിക്ടർ സ്നേഹിച്ചിരുന്ന എല്ലാം തന്നെ പുള്ളിയിൽ നിന്നും വിട്ടുമാറി. ഈ ഒരു സെയിമിൽ തന്നെ അടികൊണ്ട് പഞ്ചറായി കിടക്കുന്ന ബാക്കിയുള്ള എക്സ്മാൻ ടീം മെമ്പേഴ്സിനെ എല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ സെയിം ടൈമിൽ തന്നെ ഡോക്ടർ ഡൂം വളരെ വലിയൊരു പെയിന്റിങ്ങിന് മുമ്പിൽ നിന്നുകൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ടതിനെല്ലാം ഓർത്ത് വിലപിക്കുന്നതായിട്ടും കാണാം. ഒരു ഭൂമിക്ക് മുകളിലായി നിൽക്കുന്ന അമ്മയുടെയും കുട്ടിയുടെയും ചിത്രം തന്നെയാണ് ഡോക്ടർ ഡൂം നോക്കിക്കൊണ്ടിരിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഡോക്ടർ ഡൂമിന്റെ വൈഫിനെയും മകനെയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ്. മേ ബി അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു സ്ത്രീ എന്നത് ഡോക്ടർ ഡൂമിന്റെ അമ്മയായിട്ടുള്ള സിൻഡിയ വാൻഡൂം ആകുവാനും സാധ്യതകളേറെ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു കുട്ടി ഡോക്ടർ വാൻഡൂമും. തുടർന്ന് സൂസ്റ്റോം പിന്നെയും പറയുന്നു എനിക്കറിയായിരുന്നു അവനെല്ലാം നഷ്ടപ്പെട്ടെന്ന്, പക്ഷെ ഞാൻ ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞില്ല, അവൻ തകർന്നു പോയിരുന്നു എന്നുള്ള കാര്യം. ഇത് പറഞ്ഞു തീരുകയും ഡോക്ടർ ഡൂമിന്റെ ഒരു ഫുൾ റിവീൽ ആയിട്ടുള്ള ഒരു ഷോട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഒരു കിടില സാധനം. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു എൻറ്റയർ സീക്വൻസ് നടക്കുന്നത് അവഞ്ചേഴ്സ് എല്ലാവരും തന്നെ എക്സ്മാൻ യൂണിവേഴ്സിൽ വരികയും എക്സ്മാൻ ടീമുമായി ഫൈറ്റ് ചെയ്യുകയും പിന്നീട് സെന്റിനൽസുമായി അറ്റാക്ക് ചെയ്ത് അവരുടെ ഫൈറ്റിന് ശേഷം ഡോക്ടർ ഡൂമുമായി ഡിഫീറ്റ് ചെയ്തതിനു ശേഷം സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കാം ഇവ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇഞ്ചേർഡ് ആയിട്ട് കിടക്കുന്ന എക്സ്മാൻ ടീം മെമ്പേഴ്സിനെ കാണുന്നത്. മറ്റൊരു പർട്ടിക്കുലർ ഷോട്ടിൽ നെമോർ, ഷാങ്ജി, എംബാക്കു, ഷൂരി, ജോൺ വാക്കർ തുടങ്ങിയിട്ടുള്ള ചില ക്യാരക്ടേഴ്സിനെയും കാണിച്ചു പോകുന്നുമുണ്ട്. ഇവയ്ക്ക് ശേഷമായി കാണിക്കുന്നത് ഒരു തകർന്നു വീണ യൂണിവേഴ്സിനെയാണ്. മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ഇത് എക്സ്മെൻ യൂണിവേഴ്സ് ആകുവാനാണ് സാധ്യതകളേറെ. അല്ലെങ്കിൽ ഇൻഗേഷനിൽ ഉൾപ്പെട്ട് നശിച്ചുപോയ മറ്റേതെങ്കിലും ഒരു യൂണിവേഴ്സും ആയിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ഡൂമിന്റെ ആ ഒരു ഫുൾ ലുക്കിനെ ബേസ് ചെയ്ത് ഒരു ഒഫീഷ്യൽ പോസ്റ്റർ തന്നെ മാർവൽ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഞാനത് പറയാൻ വിട്ടുപോയി. എനിവേ ആ ഒരു തകർന്ന യൂണിവേഴ്സ് കാണിക്കുന്ന ടൈമിൽ തന്നെ വിക്ടർ ഇതെല്ലാം ചെയ്തത് നീയാണോ എന്ന് വളരെ ആശ്ചര്യത്തോടും ഭയത്തോടും കൂടി ഡോക്ടർ ഡൂമിനോട് ചോദിക്കുന്ന പെട്രോ പാസ്കലിനെ മിസ്റ്റർ ഫാന്റാസ്റ്റിക് ക്യാരക്ടറിനെ കാണിക്കുന്നുമുണ്ട്. ഇതിന് മറുപടി എന്നോണം ഡോക്ടർ ഡൂം നിങ്ങൾ എല്ലാവരും തന്നെ ജീവിക്കുന്നത് മറ്റാരിൽ നിന്നൊക്കെയോ തട്ടിയെടുത്ത ലൈഫ് തന്നെയാണ്, പക്ഷെ അവയെല്ലാം തന്നെ നിങ്ങൾ തിരിച്ചു കൊടുത്തേ മതിയാകൂ എന്ന് പറയുന്ന ടൈമിൽ തന്നെ സൈമൾട്ടേനിയസ്ലി പല സൂപ്പർ ഹീറോസും തങ്ങളുടെ മക്കളുമായി ചേർന്ന് നിൽക്കുന്ന ഷോട്ടുകളും കാണിച്ചു പോകുന്നുമുണ്ട്. തുടർന്ന് പെട്രോ പാസ്കലിന്റെ ക്യാരക്ടർ വളരെയധികം ദേഷ്യത്തോടു കൂടി പിന്നെയും ചോദിക്കുന്നു നീ ആണോടാ ഇതെല്ലാം ചെയ്തത് എന്ന്. അപ്പോഴിതാ ബ്രോക്കണായി നിൽക്കുന്ന ഒട്ടനേകം അവഞ്ചേഴ്സ് എക്സ്മാൻ ടീം മെമ്പേഴ്സിനെയാണ് കാണിച്ചു പോകുന്നതും. പിന്നീട് ഡോക്ടർ ഡൂമിന്റെ തന്റെ പുതിയ സ്യൂട്ടിലുള്ള ഒരു 1.5 എൻട്രി സൂപ്പർ വില്ലൻ ലാൻഡിംഗ്. ആക്ച്വലി ഈ ഒരു സ്യൂട്ടിന്റെ ഒഫീഷ്യൽ ലുക്ക് ഈ ഒരു D23 എക്സ്പോയിലൂടെ പുറത്തു വിട്ടിട്ടുമുണ്ട് മാർവലിന്റെ ഭാഗത്തു നിന്നും. പിന്നീട് കാണിക്കുന്നത് കഴിഞ്ഞ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഡോക്ടർ ഡൂമിനെ എതിർക്കാൻ വരുന്ന തോറിനെ കാണിച്ചുകൊണ്ട് തന്നെ. ആക്ച്വലി ആ ഒരു ഫൈറ്റിംഗ് സീക്വൻസിന്റെ കുറച്ചും കൂടി ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ തോർ പറയുന്നു ഞാൻ സത്യം ചെയ്യുന്നു നീ എന്നോട് അപേക്ഷിക്കും നരകം കാണിക്കുവാനായി, ഞാനത് നിന്നെ കാണിക്കുന്നതിന് മുമ്പേ നീ എന്നോട് അപേക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞു തീർത്ത് തോർ തന്റെ എൻറ്റയർ പവറും ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്ടർ ഡൂമിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് പറന്നു വരികയും ഡോക്ടർ ഡൂം അത് തന്റെ ലെഫ്റ്റ് ഹാൻഡിൽ വെറും 2 ഫിംഗേഴ്സ് കൊണ്ട് തടയുക മാത്രമല്ല തന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സ്റ്റോം ബ്രേക്കറിനെ തന്നെ ദൂരേക്ക് വലിച്ചെറിയുകയും ഒരു ഗ്രീൻ കളർ ബ്ലാസ്റ്റോട് കൂടി തോറിനെ നോക്കൌട്ട് ചെയ്യുകയും ചെയ്യുന്നതായിട്ടും കാണിക്കുന്നു. പിന്നീട് തോറിന് മറുപടിയായി ഡോക്ടർ ഡൂം പറയുകയാണ് എന്റെ കൽപ്പനകൾ അനുസരിക്കാനായിട്ടാണ് ഹെല്ല് തന്നെയുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ എനർജി ഭൂമിയിലേക്ക് കൊടുക്കുകയും
ആ ഒരു എനർജിയിൽ നിന്നും അബ്സോർവ് ആയിക്കൊണ്ട് ഓൾറെഡി തകർന്നു വീണ് കിടക്കുന്ന സെന്റിനൽ റോബോട്ട്സുകളെല്ലാം വീണ്ടും ഉയർത്തെണീറ്റുകൊണ്ട് ഡോക്ടർ ഡൂമിന്റെ ആജ്ഞയ്ക്കായി അവഞ്ചേഴ്സിനെയും ബാക്കിയുള്ളവരെയും അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നതായിട്ടും കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു എൻഡ് ട്രെയിലറും ഇവിടെ അവസാനിക്കുന്നതായിട്ട് കാണിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി നേരത്തെ നടന്നിട്ടുണ്ടായിരുന്ന അവഞ്ചേഴ്സ് വെസസ് എക്സ്മാൻ ഫൈറ്റിനിടയിൽ തന്നെ ഡോക്ടർ ഡൂം കൺട്രോൾ ചെയ്യാതെ തന്നെ എക്സ്മെൻസിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സെന്റിനൽ റോബോട്ട്സിനെ അവഞ്ചേഴ്സും എക്സ്മെൻസും ഒന്നിച്ചു ചേർന്ന് ഡിഫീറ്റ് ചെയ്യുന്നതായിട്ടും ആ ഒരു ഡിഫീറ്റ് ആയിട്ടുള്ള സെന്റിനൽ റോബോട്ട്സിനെ തന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒന്നും കൂടി ആംപ്ലിഫൈ ചെയ്ത് തന്നെ ആയിരിക്കണം ഡോക്ടർ ഡൂം ഇത്രയധികം പവർഫുൾ ആക്കി വീണ്ടും അവർക്കെതിരെ കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷമായി അവഞ്ചേഴ്സ് ലോഗോ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ട്രെയിലർ അവസാനിക്കുന്നത്. അതുപോലെ ഈ ഒരു ട്രെയിലറിൽ കാണിക്കാത്ത ചില കാര്യങ്ങളെ ഈ ഒരു മൂവിയിൽ സംഭവിക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ഇവന്റുകളും D23 എക്സ്പോയിൽ നിന്ന് തന്നെ ലീക്കായി വന്നിട്ടുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഡോക്ടർ ഡൂം എൻഡർ TVA-നെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്നുള്ളത്. എൻഡയർലി ഡിസ്ട്രോയ് ആയി കിടക്കുന്ന ഒരു TVA സെറ്റിംഗ്സിനെ ഈ ഒരു D23 എക്സ്പോയിലൂടെ അവർ പുറത്തു വിട്ടിരുന്നതുമാണ്. മാത്രമല്ല D23 നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്ന മറ്റു വളരെ വലിയൊരു അപ്ഡേഷൻ എന്നത് ഡോക്ടർ ഡൂം വെസസ് ക്യാപ്റ്റൻ അമേരിക്ക, അതായത് സ്റ്റീവ് റോജേഴ്സിന്റെ ഒരു ചെറിയ ഫൈറ്റ് സീക്വൻസ് ഉണ്ടാവുമെന്നും അവിടെ അപ്രഹാൻ ഉണ്ടാവുക സ്റ്റീവ് റോജേഴ്സിനാകുമെന്നും സ്റ്റീവ് റോജേഴ്സ് ഡൂമിനെ ഒരു സെക്കൻഡ് നേരത്തേക്ക് വിശ്വസിച്ച് വെറുതെ വിടുമെന്നും അത് പുള്ളിക്ക് തന്നെ പിന്നീട് റിഗ്രറ്റായി മാറുമെന്നും ഒരു തിയറി വന്നിട്ടുമുണ്ട്. ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയുകയില്ല. D23 അറ്റൻഡ് ചെയ്ത ഒരാൾ കൊടുത്ത ഇന്റർവ്യൂവിലാണ് ഈ ഒരു കാര്യം ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ഒട്ടനേകം ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടർ ഡെത്തുകളും ഈ ഒരു എൻഡിയർ മൂവിയിൽ ഉണ്ടാകുമെന്ന് ഓൾറെഡി കൺഫേം ആയിട്ടുള്ള ഒന്ന് തന്നെ. അതുപോലെ തന്നെ ഈ ഒരു ട്രെയിലറിൽ ഡോക്ടർ ഡൂമിന്റെ ആർമി ആയിട്ടുള്ള ലെറ്റ്വീരിയൻ വിച്ചസിനെയും ബോറിസ് കല്ല എന്ന വിശ്വസ്തനായിട്ടുള്ള അഡ്വൈസറിനെയും കാണിച്ചിട്ടില്ല. അവരെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരാതിരിക്കുന്നത് തേർഡ് ട്രെയിലറിലായിരിക്കുമെന്നുമാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയ റൂമറുകൾ എന്തെന്നാൽ ഈ ഒരു മൂവിക്ക് 4 ട്രെയിലറുകൾ ഉണ്ടാകുമെന്നാണ്. റിലീസ് ട്രെയിലർ ഉൾപ്പെടെ 4 ട്രെയിലറുകളാണ് പ്രധാനമായിട്ടും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഭാഗത്തുനിന്നും പുറത്തിറങ്ങാനിരിക്കുന്നതെന്നും അതിൽ തന്നെ മൂന്നാമത്തെ ട്രെയിലറിൽ ഡൂമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡൂംസ് ആർമീനെ കാണിക്കുമെന്നും പറയപ്പെടുന്നുമുണ്ട്. എന്നാൽ ഈ ഒരു മൂവിയിൽ ഇനീഷ്യലി ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടർ റിവീൽസ് ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്നും മൂവിയുടെ എൻഡിങ്ങിലായിരിക്കും ഈ ക്യാരക്ടേഴ്സ് എല്ലാം യഥാർത്ഥത്തിൽ ആരൊക്കെയാണെന്നുള്ള റിയൽ ഐഡന്റിറ്റി പുറത്തു വരികയെന്നും അത് നമ്മളെ എല്ലാവരെയും വളരെയധികം സർപ്രൈസ് ചെയ്യിപ്പിക്കുമെന്നും മനസ്സിലാക്കുക. എന്തായാലും ട്രെയിലറിൽ ഇതുവരെ ലോക്കിയെ മര്യാദയ്ക്ക് കാണിച്ചിട്ടില്ല. ലോക്കിയുടെ ക്യാരക്ടർ ഇപ്പോഴും സ്റ്റിൽ മിസ്റ്ററി ആയിട്ട് തന്നെയാണ് ഈ ഒരു എൻഡർ കഴിഞ്ഞ 2 ട്രെയിലറിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുമുള്ളത്. ഇത്രയധികം പവർഫുൾ ആയി വന്നിട്ടുണ്ടായിരുന്ന ഡോക്ടർ ഡൂമിനെ ഇവരെങ്ങനെയാണ് ഡിഫീറ്റ് ചെയ്യുന്ന ആരും പോട്ടെ, എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഡിഫെൻഡ് ചെയ്ത് തടഞ്ഞു നിർത്തുക എന്നുള്ള കാര്യം പോലും നമുക്ക് അറിയുകയില്ല. എന്തായാലും ഈ ഒരു ഡോക്ടർ ഡൂമിന്റെ വരവിന് വേണ്ടി നിങ്ങളിൽ ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ട്രെയിലറിനെ പറ്റിയും ഈ ഒരു വീഡിയോനെ പറ്റിയുമുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.